അങ്ങനെ അത് യാഥാർത്ഥ്യമാകുന്നു. കഴിഞ്ഞ കുറച്ച് ട്രാൻസ്ഫർ വിൻഡോകളിലായി ഫുട്ബോൾ ആരാധകർ കേട്ടും കണ്ടുമിരിക്കുന്ന എംബാപ്പെ റയൽ മാഡ്രിഡ് സ്റ്റോറി. ഫുട്ബോൾ ട്രാൻസ്ഫറുകളിലെ മെയിൻ കില്ലാടി ഫാബ്രിസിയോ റൊമാനോ എംബാപ്പെ ടു റയൽ മാഡ്രിഡ് എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നു. എംബാപ്പയുടെ സൈനിങ് റയൽ മാഡ്രിഡ് പൂർത്തിയാക്കിയതായും എംബാപ്പയും റയൽ മാഡ്രിഡും എല്ലാ കരാറും ഒപ്പുവെച്ചുവെന്നും ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. 15ാം ചാമ്പ്യൻസ് ലീഗിന്റെ ആഘോഷത്തിലും മർമാദത്തിലുമുള്ള റയൽ മാഡ്രിഡ് വരുന്ന ആഴ്ച തന്നെ എംബാപ്പയുടെ സൈനിങ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും ഫാബ്രിസിയോ റിപ്പോർട്ട് ചെയ്തു. ഫ്രഞ്ച് സ്ട്രൈക്കറെ റയൽ ആരാധകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങ് തന്നെ സാന്റിയാഗോ ബെർണബ്യൂവിലുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സീസണിനൊടുവിൽ PSG വിടുമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ച എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് തന്നെ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. 2029 വരെയുള്ള കരാറാകും എംബാപ്പെ റയലിൽ ഒപ്പുവെക്കുക. ബോണസുകൾ ഉൾപ്പെടെ 25 മില്യൺ യൂറോയ്ക്ക് അടുത്ത് സാലറി എംബാപ്പയ്ക്ക് റയലിൽ ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഫ്രീ ഏജന്റായി എത്തുന്ന എംബാപ്പയ്ക്ക് 85.5 മില്യൺ പൗണ്ട് സൈനിങ് ഓൺ ഫീ റയൽ മാഡ്രിഡ് നൽകും. 2017 PSG-യിലെത്തിയ എംബാപ്പെ അവരുടെ ഇതിഹാസമായാണ് പടിയിറങ്ങുന്നത്. 7 വർഷം കൊണ്ട് PSG-ക്കായി 308 മത്സരങ്ങൾ കളിച്ച എംബാപ്പെ 256 ഗോളുകളും 108 അസിസ്റ്റും PSG-ക്കായി നേടിയിട്ടുണ്ട്. PSG-യുടെ 15 കിരീട വിജയങ്ങളിൽ പങ്കാളിയായ എംബാപ്പെ തന്നെയാണ് ഫ്രഞ്ച് ക്ലബിന്റെ ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോറർ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ തീരുമാനമെടുത്തിരുന്നുവെന്നും ഫാബ്രിസിയോ റിപ്പോർട്ട് ചെയ്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.